ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാരെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ചായിട്ടത്. സാപത്തില് ശിഷ്യന്മാർക്ക് വിശന്നപ്പോ ശിഷ്യന്മാര് വയലിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഗോതമ്പ് കതിരുകൾ പറിച്ചു തിന്നുന്നു. പരിസയർ അത് കണ്ടിട്ട് ഇവര് സാപത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോയുടെ ശിഷ്യന്മാരെ പറ്റി കുറ്റം പറയുന്നു. അല്ലെ ഈശോ ശിഷ്യന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന രംഗമാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ലേഖനഭാഗത്തിൽ പൗലൂസിലെ കൊളോസോസർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെയും ഏകദേശം പൗലൂസിലെ പറയുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. അവിടെ പറയുകയാണ് സാപത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഉപവാസത്തിന്റെ കാര്യത്തിലും എല്ലാം ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പൗലോസിലെ പറയുകയാണ്, മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടമായ വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് പൗലോസിലെ പറയുകയാണ്, അവര് ഈ ശിരസായ ക്രിസ്തുവിനോട് കാര്യമായിട്ടുള്ള ഒരു ബന്ധം, ഗാഢമായ ബന്ധം പുലർത്തുന്നില്ലെന്ന് പറയുകയാണ്. അതായത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില ആളുകളുണ്ട് ഈ ഉപവാസത്തിനും ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനോട് വലിയ ഭക്തിയൊന്നുമില്ല, അല്ലെ ക്രിസ്തുവിനോട് വലിയൊരു ബന്ധമൊന്നുമില്ല, ഗാഢമായ ബന്ധം പുലർത്തുന്നൊന്നുമില്ല. പക്ഷെ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഉപവാസത്തിലും മറ്റു കാര്യങ്ങളിലുമാണ്, ചില നിയമങ്ങൾ പാലിക്കുന്നതിലുമാണ് ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്ട്നെസ് അവർ പിടിക്കുന്നത്. പക്ഷെ ദൈവത്തോട് ഗാഢമായിട്ടുള്ള ഒരു ബന്ധമില്ല എന്ന് പൗലോസിലെ പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ 2 വചന വായനകളും വായിച്ചു ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരമാണ്. ഈശോ പറഞ്ഞിട്ടുള്ള ഒരു വചനം തന്നെയാണ്, സാപത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യന് സാപത്തിന് വേണ്ടിയിട്ടല്ല. അതായത് നമ്മൾ ആചരിക്കുന്ന ചില ആചാരങ്ങളും ചില നിയമങ്ങളും, നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളും അതുപോലെ തന്നെ എടുക്കേണ്ട ചില ഉപവാസങ്ങളുമെല്ലാം എന്തിലേക്കാണ് എന്നെ നയിക്കേണ്ടത്? ഇതെല്ലാം എന്നെ നയിക്കേണ്ടത് ദൈവസ്നേഹത്തിലേക്കാണ്. ദൈവവുമായിട്ട് ഗാഢമായ ഒരു ബന്ധം പുലർത്താനായിട്ട് ഞാൻ പാലിക്കുന്ന ചില നിയമങ്ങള്, ഞാൻ ആചരിക്കുന്ന ചില ആചാരങ്ങള്, ഞാൻ എടുക്കുന്ന ചില ഉപവാസങ്ങള്, നോമ്പുകള്, ഇതെല്ലാം എന്നെ സഹായിക്കുന്നു. ദൈവവുമായിട്ട് ഗാഢമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇവയെല്ലാം എന്നെ സഹായിക്കുന്നുള്ളൂ. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ അത് കൂടുതലായിട്ട് ചെയ്തുകൊണ്ട് ദൈവവുമായിട്ട് നല്ലൊരു അടുപ്പത്തിനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്